ഹലോ, ഈ വീഡിയോ വന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇത് ഫാമിലി ഇല്ലാത്ത എൻ്റെ രണ്ടാമത്തെ ഓണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ രീതിയിലൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. തലേ ദിവസം ഇങ്ങനെ ഇവിടെ ഒരു ദഗ്ഡൂസീത്ത് എന്ന് പറഞ്ഞിട്ട് ടെമ്പിളുണ്ട്. ഇവിടെ ഗണേശ ചതുർത്ഥിക്ക് ആയതുകൊണ്ട് അറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല വലിയ ഫെസ്റ്റിവലാണ് ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കുമായിരിക്കും. എന്നാലും എനിക്ക് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എനിക്ക് വരാൻ പറ്റിയില്ല. ഇതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിച്ച് പോയില്ല. പക്ഷേ അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്ന് എന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. നല്ല രസമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഓണം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം ഇവിടെ ഗണപതി വിസർജനം കൂടെയാണ്. അപ്പോൾ അതിനും നല്ല പരിപാടിയാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പൂ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ പോയിട്ടോ. അപ്പോൾ ഈ ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായിട്ട് ഇവരിങ്ങനെ ഇങ്ങനെ മാല പോലെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ആ ആൻറ്റി ഇങ്ങനെ ഒരൊറ്റ കവറിൽ എല്ലാ പൂവും കൂടെ ഇട്ട് തന്നു. അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തുനിന്ന് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കൂടെ പരിചയപ്പെടുത്തി തന്നു കേട്ടോ. ഒരു ആലപ്പുഴക്കാരൻ തന്നെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ സദ്യയും കൂടെ ഓർഡർ ചെയ്തു രാത്രി തന്നെ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവിടെ രാസ്താപ്പേട്ട് അയ്യപ്പൻ്റെ ടെമ്പിളുണ്ട്, നമ്മുടെ മലയാളി ടെമ്പിൾ തന്നെയാണ്. അവിടെ വന്നു തൊഴുതു. അങ്ങനെ അവിടെ അത്തക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ ആക്ച്വലി മലയാളികൾ തന്നെയാണ് കൂടുതലും വരാറുള്ളത്. ഇവിടെയാണ് ഞാൻ ഒരു തവണ ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ പായസം പോലെയൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ വന്നിട്ടാട്ടോ അത്തക്കളിയിട്ട്. രാത്രി ഇടാനുള്ള സമയം കിട്ടിയില്ല. വന്നിട്ട് പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് കയറി കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്തക്കളൊക്കെ റെഡിയാക്കി. ആക്ച്വലി എൻ്റെ കൂടെയുള്ള കുട്ടിയും നോർത്ത് ഇന്ത്യൻ ആണ്, എന്നാൽ പോലും അവളും എന്നെ ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ അത്തക്കളൊക്കെ റെഡിയാക്കിട്ടോ. ഈ വീഡിയോ ശരിക്കും എനിക്ക് വീട്ടിൽ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ, അവർ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു അതും കൂടെ ഒന്ന് ഇവിടെ ആഡ് ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് സദ്യ കിട്ടി വന്നപ്പോൾ നല്ല ലേറ്റായി കേട്ടോ. 2:30 കഴിഞ്ഞപ്പോഴാണ് അവർ ശരിക്കും ഡെലിവറി ചെയ്യുന്നത്. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യത്തെ ഓണം ഇങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.